വരുന്ന ആൾക്കാർ ഇത് കാണാൻ മറക്കരുത്. നല്ല അടിപൊളിയാണ് അല്ലേ, നാച്ചുറൽ കാണാൻ സൂപ്പറാണ്. അതായത് നമ്മൾ സാധാരണ ഗോവയിലേക്ക് വരുന്നത് ബീച്ചും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ ബീച്ചല്ലാത്ത വേറൊരു ഡിഫറെൻറ്റ് ഫീല് നൽകുന്ന ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ. നമുക്ക് ആദ്യം ഒരു അരമണിക്കൂറുള്ള ട്രക്കിങ് വരുന്നുണ്ട് ജീപ്പിൽ, അത് നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വരുമ്പോൾ ഒരു ജീപ്പിന് 7 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുക. ആ 7 പേരിൽ നമ്മളിപ്പോൾ ഒരാൾക്ക് 500 വെച്ചിട്ട് അങ്ങനെ 3500 ഒരു ജീപ്പിൻ്റെ ചാർജ്. അതിപ്പോൾ നമ്മളിപ്പോൾ 2 ആളായാലും ആ ജീപ്പിന് 3500 ചാർജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ആൾക്കാരനൊക്കെ പിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ആൾക്കാരനൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 7 ആളാക്കിയിട്ട് നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ 7 ആക്കാം. 5 ആയാലും കുഴപ്പമില്ല. നമ്മൾ എത്രത്തോണ്ട് ആളാക്കുന്നോ 3500 ഒരു ജീപ്പിൻ്റെ ചാർജ് അത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വെറും ഒരു കാട്ടിലെത്തിയൊരു ഫീലാണ് ശരിക്കും. ആക്ച്വലി ട്രക്കിംഗ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ നമ്മൾ പോകാറുള്ളത് നമ്മൾ ബന്ദിപ്പൂർ അതുപോലെ തന്നെ മുതുമല അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ നമ്മൾ പോകാറ്. പക്ഷേ നമ്മൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഈ ദുധസാഗർ വാട്ടർഫാൾ കാണാൻ എന്തായാലും വരണം. കാരണം ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണത്. കാരണം ഗോവ നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബീച്ചും ആ ഒരു നൈറ്റ് ലൈഫും അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുക. വേറൊരു ഡിഫറെൻറ്റ് ഫീൽ നമുക്ക് കിട്ടും. കാരണം കാടിനോടൊക്കെ ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു യാത്ര. സാധാരണ നമുക്ക് അവിടെ നിന്ന് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടക്കാൻ പറ്റിയ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. പക്ഷേ നമുക്കതല്ല, നമുക്കൊരു ട്രക്കിംഗ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ നടക്കുന്നു അല്ലേ ജാവി. അമ്മേ കുരങ്ങന്മാർ എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമായിട്ട് ഈ കുരങ്ങന്മാർ. ഇവരെന്താ കിട്ടിയത് വലിച്ചുണ്ടാവും എന്നുള്ള ആ ഒരു ഇതാണ്. ഏത് ആ അതെ അതെ ഓടാ. മരം നോക്കി ആദ്യം. അമ്മേ ജാതിയാനെ പിടിക്കാൻ കുറച്ചായിട്ട് നടക്കാണ്ട് തോന്നുന്നു കേട്ടോ. വാട്ടർഫാളിൻ്റെ അടുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. പക്ഷേ ഫാമിലിക്കൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കാരണം ഒരു ട്രെക്കിംഗ് എന്നതിലും ഉപരി അവർക്കൊരു കാട്ടിലൂടെ യാത്ര. കാരണം സാധാരണ ട്രെക്കിംഗ് പോലെ കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ളതൊന്നുമല്ല. നമുക്കൊരു നോർമലായിട്ട്
നടക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മളെ മാസ്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ കാട്ടിൽ വലിച്ചെറിഞ്ഞ് പോണൊക്കെ ഇതൊക്കെ എന്ത് ചെറ്റതരല്ല ജാവി അത് നോക്കടാ. മാസ്കൊക്കെ കാട്ടിൽ ഉപയോഗിച്ചിട്ട് പോകുന്നു. ട്രെയിൻ എവിടെ? ട്രെയിനൊന്നും ഇവിടെ കാണില്ല. ആ ട്രെയിൻ ഉണ്ടോ അവിടെ? അത് മതി. എന്തും മോതലല്ലേ. എവിടുന്ന വെള്ളം വരും നോക്കടാ. എത്ര ട്രെയിനുകളാണ്. ഓ അടിപൊളി. ആ ഒരു വ്യൂ നോക്കടാ. അപ്പോൾ നമ്മൾ വാട്ടർഫാളിൻ്റെ ഒന്നുകൂടി അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി കാണേണ്ട ഒരു കാഴ്ച, അതിൽ കൂടെ ട്രെയിൻ പോണ ഒരു വിഷ്വൽസ് ഒന്ന് കാണണം നല്ല ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ പല സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു ട്രെയിൻ പോണ വ്യൂ ആയിരുന്നു. അതുകൊണ്ട് അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ എത്തി നോക്കാം എന്താ അവസ്ഥ. സ്ഥലം എങ്ങനെയുണ്ടാ? വേറെ വൈബില്ലേ? ശരിക്ക് സംഭവം സ്ഥലം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. കാരണം ചില ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അടിപൊളി ഒരു രക്ഷയില്ല. ഇനി നമുക്ക് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാം. അതിൻ്റെ അടിയിൽ കുറേ നല്ല ഫിഷിനെ എനിക്ക് തോന്നാം. പ്രശ്നം അമ്മമാരെ കൊണ്ടുള്ള ശല്യതാണ്. ഒരു സാധനം വെക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അടുത്ത പരിപാടി നമുക്ക് നമ്മുടെ ടീം ഉണ്ടായിരുന്നു. നമ്മൾ അവർ വെള്ളത്തിൽ ഇറങ്ങാൻ പറയും. വെള്ളത്തിൽ ഇറങ്ങില്ല. അവരങ്ങനെയുണ്ട്. അതിറങ്ങുന്നില്ല. ഫ്രണ്ട്സ്, അടുത്ത പരിപാടി നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. കാരണം ഇതിൻ്റെ അടിയിൽ ഒരുപാട് ഫിഷിനൊക്കെ കണ്ടു. അതിനൊക്കെ ഒന്ന് പോയി ക്യാപ്ചർ ചെയ്യുക. വെള്ളത്തിൻ്റെ അടി ഒന്ന് സൂം ചെയ്യാം. ആ ഫിഷ് അടിപൊളിയാണ്. ഞാൻ കണ്ട്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചില്ല. ഫിഷിനെ കണ്ടപ്പോൾ ആവേശം കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഫുൾ സെറ്റാണ്, കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാണ്. ഇനി വെള്ളത്തിൽ ഇറങ്ങുക, വെള്ളത്തിൻ്റെ അടിയിലുള്ള ഫിഷിനെ കുറച്ച് കാണുക എന്നുള്ളത്. ഫിഷ് എന്നതിൻ്റെ വീക്ക്നെസ് രണ്ട് എല്ലാ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എനിക്ക് വെള്ളത്തിൻ്റെ അടിയിലുള്ള വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് വാട്ടർഫാളിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ട്രെയിൻ വരുന്നൊരു വിഷ്വൽ കിട്ടണം ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എപ്പോഴാണ് ട്രെയിൻ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനായിട്ട് വെയിറ്റിങ്ങിലാണ്. പിന്നെ നമുക്കിവിടെ അധികം സമയമല്ല, ഏകദേശം 1.5 മണിക്കൂറോടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതിലേക്ക് നിൽക്കുന്നു. ക്യാമറ
എന്ത് തുറപ്പോടാ വെള്ളത്തിലെടുക്കുക. ജാവിക്ക് ഭയങ്കര ആഗ്രഹം വെള്ളത്തിലെടുക്ക് പോകാൻ. അപ്പൊ ഞങ്ങൾ വെള്ളത്തിലെടുക്ക് പോയിട്ടിരിക്കുകയാണ്. നേരത്തെ പുറക്കെല്ലാം വന്ന് തലമ്പൂട ഇത് തലക്കൊരു പാമ്പല്ല. ജവാനാണ് ജവാൻ. നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നാണ്. മിലിറ്ററി പോലെ മിലിറ്ററി. ഫ്രം ഹരിയാന. ഹരിയാന എന്നുള്ള നമ്മുടെ ചങ്കാണ്. നമ്മൾ ഒരുമിച്ചിട്ടാണ്. ഹരിയാന ഭിവാനി. യാ ഓക്കെ. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദാറ്റ് വാട്ടർഫോൾ. യാ ലെറ്റ്സ് ഗോ. Go, go. I love you. Yes. भाई एक नंबर की जगह है, टाइम लगा के जरूर आइयो, एक नंबर के स्वाद आऊंगे। ഫുള്ള് പാണി എന്താ പറയാ, ഭയങ്കര തണുപ്പുണ്ട്. എന്ത് തണുപ്പാന്നറിയോ? സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സംഭവമായിരുന്നു. അപ്പൊ ഗോവ വരുന്നത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗംഭീര സ്പോട്ട് ആയിരുന്നു. അതെ, കാരണം നമുക്ക് നാഷനോട് ഇതാക്കിയിട്ടില്ല. ആ ഒരു കാട്ടിലൂടെ വന്ന് പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുക റെയിൽ പോണതാണ്. അത് പൂളാണ് കേട്ടോ, ഭയങ്കര സേഫ് ആയിട്ടുള്ള പൂളാണ്. പൂള് അതെ. ട്രെയിന് നമ്മൾ നോക്കിയിട്ട് കിട്ടിയത് ഒരു തിരക്ക് ട്രെയിൻ. എനിക്കതല്ല, യാത്രാ ട്രെയിനായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പം അതിന് സമയമില്ല. നമുക്ക് തൽക്കാലം അതുകൊണ്ട് ജാതി കയറുക. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് വരാൻ തോന്നില്ല കേട്ടോ. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയായിരുന്നു. ശരിക്കും ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ട്, ഫുള്ള് ഫാമിലീസാണ് കൂടുതൽ. അത് ശരിക്കും വീഗാലാൻഡ് പോലെ ഉണ്ടല്ലോ അല്ലേ? ജാതി സ്ഥലം തോർത്തിയിട്ടില്ല. നാട്ടിലെത്തുമ്പോൾ പനിയൊക്കെ പിടിക്കും തോന്നുന്നു കേട്ടോ.
സ്ഥലം. അടിപൊളി സ്ഥലം. വേമ്പ ഒരു മറ്റേ ജുറാസിക് പാർക്കൊക്കെ ഇല്ലേ, അതിലൊക്കെ കുറെ ഇങ്ങനത്തെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ഗോവയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വന്ന് കാണണം എന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ലേ. അടിപൊളി സ്ഥലമാണ്, നമുക്ക് വന്നിട്ട് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇനി നമുക്ക് ട്രെയിനിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഗോവയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഈ വാട്ടർഫാളിൻ്റെ ഒരു ഭാഗം കാണാം. പക്ഷേ അത് നമുക്ക് ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റൂ, ഇതേവരെ വന്ന് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ട്രെയിൻ അവിടെ നിർത്തിയ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യൂ കൂടി നമുക്ക് ഇന്ന് കാണാൻ പറ്റും. പക്ഷേ ബെസ്റ്റ് നിങ്ങൾ ഇവിടെ വരികയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാക്കറ്റൊക്കെ ഇട്ട് കുളിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.